വന്നിട്ടുള്ളത് ഒരു സാമ്പാറിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സാമ്പാർ റെസിപ്പിയാണ്. ഇതൊരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു സാമ്പാർ റെസിപ്പിയാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള തുവരപ്പരിപ്പാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്, അതിന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതിനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കായാണ്. ഇവിടെ എനിക്ക് പെരിങ്കായം കിട്ടാത്തതുകൊണ്ട് ഞാൻ കായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പാകത്തിനുള്ള വെള്ളം. അപ്പം നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് നമ്മുടെ സാമ്പാർ തയ്യാറാക്കുമ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ട് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കായം ഇട്ട് കൊടുക്കാം. കായത്തിന്റെ പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടക്കായം യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കർ അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് ഇതിനെ ഒന്ന് വേവിക്കാം. അപ്പൊ നമ്മുടെ കുക്കറിൽ 2 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. മീഡിയം ഫ്ലെയിമിൽ ഞാൻ 2 വിസിൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കുക്കറിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇവിടെ നമ്മുടെ പരിപ്പൊക്കെ ഒരു 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാൻ എന്തെല്ലാമാണ് വെജിറ്റബിൾ എടുത്തിട്ടുള്ളതെന്ന് ഒന്ന് നോക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളരി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു മുരിങ്ങാക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചേന എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കൊത്തവര, പിന്നെ 2 പച്ചമുളക്. നിങ്ങൾ എടുക്കുമ്പോൾ ഈ പച്ചക്കറി തന്നെ എടുക്കണം എന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് പച്ചക്കറിയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ഈ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 20 ചെറിയ ഉള്ളി. ഞാനിവിടെ ഒരു 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതിനെ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2 ചെറിയ അല്ലി വെളുത്തുള്ളി, അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് പരിപ്പിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് പരിപ്പിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങളൊരു സവാള എടുത്താലും മതി. പക്ഷെ ചെറിയ ഉള്ളിയാണ് എപ്പോഴും സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ലോണം കുറച്ച് അത്യാവശ്യം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഇത്തിരി കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് തീ ഒന്ന് ഓൺ ആക്കിയിട്ട് കുക്കർ അടച്ച് ഇതിനെ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം കുക്കർ ഓഫ് ചെയ്തിട്ട് നമുക്ക് പ്രഷർ കളയണം. പ്രഷറോട് കൂടെ കുക്കറിൽ വെക്കരുത്, അപ്പം നമ്മുടെ വെജിറ്റബിളൊക്കെ വേവേറിപ്പോവും. അപ്പം നമുക്കിതൊരു വിസിൽ വന്നിട്ട് ഒന്ന് നോക്കാം. അപ്പം നമ്മുടെ വെജിറ്റബിൾ ഇവിടെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രഷർ ഒന്ന് കളഞ്ഞു കൊടുക്കണം. പ്രഷറോട് കൂടെ തന്നെ കുക്കറിൽ ഇരുന്നാൽ നമ്മുടെ വെജിറ്റബിളൊക്കെ വേവേറും. അപ്പം നമുക്കിതിൻ്റെ പ്രഷർ ഒന്ന് കളഞ്ഞു കൊടുക്കാം. അപ്പം നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ വെജിറ്റബിളൊക്കെ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചതും അതുപോലെ തന്നെ ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഈ പുളിന്റെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് വേണം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ. നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം.
ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്കുള്ള വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനെ നമുക്ക് അപ്പുറത്തെ സ്റ്റൗവിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇതിലേക്കുള്ള വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായാലും നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മീഡിയം സൈസുള്ള ഒരു 4 വെണ്ടയ്ക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനെ അതുപോലെ 2 ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊന്ന് മാറി വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ തീ എപ്പോഴും ചെറിയ തീയിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ മസാല ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായ പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ സാമ്പാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇത്തിരി ശർക്കര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കാം. നമ്മുടെ സാമ്പാർ ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇതിൽ ഇത്തിരി ഉപ്പ് കുറവുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. സാമ്പാർ ഇവിടെ ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഇരിക്കുമ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരും സാമ്പാർ. അപ്പൊ നല്ല ടൈറ്റ് ആയാലും സാമ്പാർ നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് കടുക് വറക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പൊ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂത്ത് വന്നാല് നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് വറച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി കറിവേപ്പില ചേർത്ത് ഈ മുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ നമുക്ക് ഇതിലേക്ക് ഫസ്റ്റിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ലാസ്റ്റ് കുറച്ച് മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സാമ്പാർ കുറച്ച് സമയത്തേക്കൊന്ന് അടച്ചു കൊടുക്കാം. സാമ്പാർ
സാമ്പാറിൽ ചേർക്കുന്ന സാമ്പാർ പൊടിൻ്റെ അളവും അതുപോലെ തന്നെ പുളിൻ്റെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ബേസിക് ആയിട്ട് സാമ്പാർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ ചേർക്കേണ്ട കായത്തിൻ്റെ അളവ് അതുപോലെ തന്നെ സാമ്പാർ പൗഡറിൻ്റെ അളവ് പുളിയുടെ അളവൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു അളവിലുള്ളൊരു മെഷർമെൻ്റ് ആണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്. ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സാമ്പാർ പൗഡറിന് ഇതിനെക്കാട്ടും കൂടുതൽ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കുറച്ച് സാമ്പാർ പൊടി ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുക്കുക. നമ്മുടെ നാടൻ കേരള സ്റ്റൈലിലുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതോടുകൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.